ഏറ്റുമാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള സ്വയം സുരക്ഷാ പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായി തുടർച്ചയായ മൂന്നാം വർഷവും കരാട്ടെ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. 2024-25 വാർഷിക പദ്ധതിയിൽ നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ 5 സ്കൂളുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 180 വിദ്യാർത്ഥികളാണ് കരാട്ടെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ കുട്ടികൾക്കാവശ്യമായ ശാരീരികവും മാനസികവുമായ കരുത്ത് നേടാൻ സാധിക്കും. കരാട്ടെ പോലുള്ള ആയോധന കലകൾ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഏത് സാഹചര്യത്തെയും നേരിടാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഏറ്റുമാനൂർ നഗരസഭയിൽ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ, JBLP സ്കൂൾ, ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ, TTI, പുന്നത്തറ UPS തുടങ്ങിയ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കാണ് കരാട്ടെ പരിശീലനം നൽകുന്നത്. സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും താൽപര്യപ്രകാരം വരും വർഷങ്ങളിലും പദ്ധതി നടപ്പാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. 150 കുട്ടികളായിരുന്നു തുടക്കത്തിൽ കരാട്ടെ പരിശീലനത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 180 കുട്ടികളായി. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ JSKA കോട്ടയം ചീഫ് സെൻസായി ടിറ്റോ കെ സണ്ണിയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. കരാട്ടെ അഭ്യസിക്കുന്ന മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റും സർട്ടിഫിക്കറ്റും TTIയിലെയും പുന്നത്തറ UP സ്കൂളിലെയും കുട്ടികൾക്കാണ് തിങ്കളാഴ്ച നൽകിയത്. ഗവൺമെന്റ് TTIയിൽ നടന്ന ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ ലൗലി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരാട്ടെ പരിശീലനം 5 സ്കൂളുകളിലായിട്ട് 180ഓളം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സന്തോഷകരമായ കുട്ടികളുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന തരത്തിലും അധ്യാപകർ വളരെ നല്ല രീതിയിലുള്ള അച്ചടക്കത്തോടും കൃത്യനിഷ്ഠയോടും കൂടി നമ്മളെ പഠിപ്പിക്കുന്ന ടിറ്റോ സാർ അടക്കമുള്ള അധ്യാപകർ, അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിക്കുന്നതിന് വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് സമയം നീക്കി വെക്കുന്ന അധ്യാപകർ, അതുകൂടാതെ തന്നെ ഈ ഏത് പദ്ധതികൾ വെച്ച് കഴിഞ്ഞാലും അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മുടെ കനൽ സാറ്, അങ്ങനെ ഒരു പദ്ധതിയിലൂടെ നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒത്തിരി പ്രവർത്തനങ്ങളാണ് നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S. ബീന അധ്യക്ഷത വഹിച്ചു. ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ക്ലൈമന്റ് MM പദ്ധതി നിർവഹണം നടത്തി. വാർഡ് കൗൺസിലർ രശ്മി ശ്യാം, കൗൺസിലർ ബിബീഷ് ജോർജ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ കേരള ചീഫ് സെൻസായി വിനോദ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ ഒട്ടുമിക്ക മുനിസിപ്പാലിറ്റികളും ഇപ്പോഴും ഈ ഇത്തരം പ്രൊജക്റ്റുകളെ കാണുന്നേയില്ല. കാരണം ചീപ്പ് പോപ്പുലാരിറ്റി എന്ന് നമ്മൾ പറയുന്ന സാധാരണക്കാരുടെ കയ്യടി പെട്ടെന്ന് കിട്ടാവുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു പല ജനപ്രതിനിധികളും. ഇത് കുറെ തിരിച്ചറിവുള്ള ജനപ്രതിനിധികൾ കൂട്ടായി നിൽക്കുമ്പോൾ രാഷ്ട്രീയമൊക്കെ മാറിയിട്ട് അവർ തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് ക്ലെമൻ സാർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങി, പക്ഷെ മൂന്നാം വർഷം തുടങ്ങുന്നു. പ്രിൻസിപ്പൽ രാജേന്ദ്രൻ, JSKA കോട്ടയം ചീഫ് സെൻസായി ടിറ്റോ കെ സണ്ണി, സെൻസായി ജിജോ കാട്ടുപാറ, സെൻസായി അലക്സ് സെബാസ്റ്റ്യൻ, സഭായിമാരായ മിൻഡു തോമസ്, സൂര്യകിരൺ എന്നിവർ സംസാരിച്ചു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.